ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് പതിവില്ലാണ്ട് കുറച്ച് നേരത്തെ എണീറ്റുകൊണ്ടും ഐശുവിനെ മദ്രസയ്ക്ക് കൊണ്ടുവിട്ടത് ഞാനാണ്. ഉമ്മയാണ് കൊണ്ടുവിടാറുള്ളത്. ഞാൻ എണീറ്റാൽ തന്നെ പിന്നെ അവിടെ തന്നെ കിടക്കും. വന്ന പാടെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അപ്പോഴേക്കും ഉമ്മ ചൂല് കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നെ പോലെ തന്നെ പതിവില്ലാണ്ട് ഇബ്രു ഒന്ന് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം അവനങ്ങനെ എടുത്ത് നടക്കണം. പിന്നെ കുറച്ചൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അവനൊന്ന് നിലത്തിറങ്ങുള്ളൂ. അപ്പൊ ഞാൻ മുറ്റത്തൊക്കെ ഒന്ന് ചുമ്മാ അങ്ങനെ നടക്കാന്ന് വിചാരിച്ചു. ഇത് വീടിന്റെ ബാക്ക് സൈഡിലുള്ള നീലാമരിയാണ്. സംഭവം അതിന്റെ ഒരു ചെറിയൊരു തണ്ട് എങ്ങനെയാണ്ട് ഒടിഞ്ഞിട്ടുണ്ട്. ഇത് നടക്കണ വഴിയിലായോണ്ട് പിന്നെ ഇങ്ങനെ ആൾക്കാരെ മേലിങ്ങനെ തട്ടി തട്ടി ഒടിഞ്ഞതാവുന്ന വിചാരിക്കണത്. ഇതിമേലാണെങ്കിൽ നിറയെ വിത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ചെറിയൊരു പയറ് ചെടി നിൽക്കുന്നുണ്ട്. കുറച്ച് നേരത്തേക്ക് ഞാൻ ഇബ്രുവിനെ നിലത്ത് നിർത്തിയപ്പോഴേക്കും ഓൻ അതിന്റെ വള്ളിയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു മുളക് തൈ ആകെ ഉണങ്ങിയിട്ട് നിൽക്കണ കണ്ടപ്പോ ഞാനത് പറിച്ചിടാൻ നോക്കിയതാണ്. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത് അതിമ്മ പൂവും കായൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് പറിച്ചിടണ്ട. സംഭവം താഴെ ഭാഗത്ത് ചെറിയൊരു പച്ചപ്പുണ്ട്, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറെ സമയമൊക്കെ മുറ്റത്ത് ഇങ്ങനെ ഉലാത്തി നടന്നിട്ട് പിന്നെ ഉമ്മ എന്നെ കടയ്ക്ക് പറഞ്ഞു. ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂടെ ഐശും പാത്തും ഒക്കെ വന്നിട്ടുണ്ട്. എപ്പോഴും കടയ്ക്കൊക്കെ പോണ ആളെ എന്റെ താത്തയാണ് കേട്ടോ. ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് വന്നോണ്ട് പിന്നെ അവൾക്ക് റെസ്റ്റ് ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ തന്നെയാണ് എപ്പോഴും കടയിലൊക്കെ പോണ ആൾ. കടയിലേക്ക് പോണ വഴി ചെറിയൊരു പാടത്തിന്റെ സെക്ഷൻ ഉണ്ട്. ആ ഭാഗത്ത് കണ്ട കാഴ്ചയാണ് കേട്ടോ. നിറയെ ഇങ്ങനെ കൊളവാഴപ്പൂവ് ഉണ്ടായി നിൽക്കുന്നോണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫോണിൽ വലിയ എയിമില്ലെങ്കിലും നേരിട്ട് കാണാൻ നല്ല ഭംഗി. പിന്നെ ഇത് ഈ നീലൂരി ചെടിമ നിൽക്കുന്ന ഒരു കായാണ് കേട്ടോ. ഞങ്ങൾ ഇതിന് മഷിക്കായ എന്നാണ് പറയാറ്. അതിങ്ങനെ അമർത്തിയാൽ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മഷി പോലത്തെ ഒരു സംഭവം ഇങ്ങനെ വരും. പിള്ളേരായിട്ടാണ് കടയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പൂവും കായും പൊട്ടിച്ചായോ അത് പൊട്ടിച്ചായോ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് സാവധാനത്തിൽ കടയിലേക്കൊക്കെ എത്തുള്ളൂ. അങ്ങനെ ഒരു വിധത്തിൽ കടയിലേക്ക് എത്തിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോവാണ്. വീട്ടിലെത്തിയപ്പോ ഉമ്മ നല്ല ചൂട് ആവി പറക്കണ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴമാണ്. എന്റെ വീട്ടിൽ മിക്കവാറും ഇത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആവാറ്. കാരണം ഇവിടെ എല്ലാവർക്കും പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ഓക്കെ, ശരി.